കാഴ്ചപ്പാടുകാരൻ കടന്നു വന്നപ്പോ മറ്റൊന്നും ചിന്തിക്കാതെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. 1498 ഇന്ത്യ രാജ്യം ആദ്യമായി അധിനിവേശത്തിന് കീഴ്പ്പെടുന്നത്. പോർച്ചുഗീസുകാരൻ വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങുന്നതോടുകൂടിയാണല്ലോ ഇന്ത്യ അധിനിവേശത്തിന് കീഴിലാകുന്നത്. ആരാണെന്ന് പ്രതിരോധത്തിന്റെ പടയൊരുക്കിയത്? കോഴിക്കോട് എന്ന രാജാവ് സാമൂതിരി എന്ന ഹൈന്ദവനായ രാജാവായിരുന്നു കോഴിക്കോട് ഭരണം നടത്തിയിരുന്നത്. പ്രിയമുള്ളവരെ, അന്ന് അറബിക്കടലിലെ തങ്ങളുടെ ചുടുചോര കൊണ്ട് ചെഞ്ചായമണിയിച്ചത് കുഞ്ഞാലി മരക്കാർമാർ എന്നറിയപ്പെടുന്ന 22 കാരറ്റ് മുസ്ലിങ്ങളായിരുന്നില്ലേ? 22 കാരറ്റ്. പ്രിയമുള്ളവരെ, പണ്ഡിതന്മാർ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിച്ചില്ലേ യുദ്ധകാവ്യം? ജനങ്ങളെ സമരത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഹൈന്ദവനായ സാമൂതിരി ഭരണം നടത്തുന്ന കോഴിക്കോട് സാമൂതിരിയുടെ രാജവംശം നിലനിൽക്കണം, അധിനിവേശത്തിന് കീഴ്പ്പെടാൻ പാടില്ല, പോർച്ചുഗീസുകാരനെതിരെ ശക്തമായ സമരത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഫത്വൽ മുബീൻ രചിക്കപ്പെട്ടില്ലേ ഖാലി മുഹമ്മദിന്റെ? പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കി ചരിത്രത്തെ നിഷേധിക്കാൻ സാധിക്കുമോ? ആ സന്ദർഭത്തിലല്ലേ കോഴിക്കോട് സാമൂതിരി, ഹൈന്ദവനായ സാമൂതിരി കോഴിക്കോട് കടപ്പുറത്തേക്ക് വന്നത് വഴി നിന്നിട്ട് അരേ സമുദായത്തോട് പറഞ്ഞില്ലേ, അരേ സമുദായമേ, ഹൈന്ദവ സമുദായമേ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഒരാളിനെയെങ്കിലും നിങ്ങൾ മുസ്ലിങ്ങളായി വളർത്തണം, നിങ്ങൾ മുസ്ലിമായി വളർത്തണം ഈ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി. എന്തുകൊണ്ട് സാമൂതിരി എങ്ങനെ പറഞ്ഞു? ഒരു മുസൽമാന് അധിനിവേശത്തെ അംഗീകരിക്കുവാൻ സാധ്യമല്ല, അധിനിവേശത്തെ വെച്ചുപുലർത്തിക്കുവാൻ സാധ്യമല്ല. തീർച്ചയായിട്ടും അധിനിവേശ ശക്തികളെ ചോദ്യം ചെയ്യാനും അവർക്കെതിരിൽ ശക്തമായ പടയണി തീർക്കുവാനും ഒരു വിശ്വാസിക്ക് ബാധ്യതയുണ്ട്. അങ്ങനെയാണല്ലോ സമരങ്ങൾ, ഉജ്ജ്വലമായ സമരങ്ങൾക്ക് കോഴിക്കോട് കടപ്പുറം സാക്ഷിയായത്. കുഞ്ഞാലി മരക്കാർമാരിൽ ഒരാൾ പോലും മരിച്ചിട്ടുള്ള എല്ലാവരും രക്തസാക്ഷിയായി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അത് മുതൽ ഇതുവരെയുള്ള ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കി. അത് ആലി മുസ്ലിയാരുടെ ചരിത്രമാകട്ടെ, കുഞ്ഞാലി മരക്കാർമാരുടെ ചരിത്രമാകട്ടെ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ചരിത്രമാകട്ടെ, കേരളത്തിൽ വിളിപ്പാടകരെയുള്ള വക്കത്ത് ജനിച്ച് അതുപോലെ തന്നെ ഈ രാജ്യത്തിന് വേണ്ടി മരിച്ചു വീണ അബ്ദുൽ ഖാദറിന്റെ ചരിത്രമാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് ചരിത്ര സത്യങ്ങൾ നമുക്ക് നിഷേധിക്കുവാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. വക്കം അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ രാജ്യത്തിന് വേണ്ടി തന്റെ ജീവിതം ബലിയർപ്പിച്ച ഒറ്റപ്പെട്ട സംഭവമല്ല. നമുക്കറിയാം, 27ാമത്തെ വയസ്സിൽ തൊഴിൽ നേടി മലയ എന്ന് പറയുന്ന രാജ്യത്തെത്തി. 1942 ഫെബ്രുവരി മാസം 19-ാം തീയതി സുഭാഷ് ചന്ദ്രബോസ് എന്ന ധീരനായ ദേശാഭിമാനിയുടെ ബ്രിട്ടീഷുകാരനെതിരെ രക്തരൂഷിതമായ സമരത്തിന് ആഹ്വാനം ചെയ്ത, പല്ലും നഖവും ഉപയോഗിച്ച് ബ്രിട്ടീഷുകാരനെ എതിർക്കുവാൻ ആഹ്വാനം ചെയ്ത സുഭാഷ് ചന്ദ്രബോസ്, ആ സുഭാഷ് ചന്ദ്രബോസിന്റെ ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെയുള്ള പ്രഭാഷണം വക്കം അബ്ദുൽ ഖാദറിന്റെ തിരകളിൽ അഭിമാനത്തിന്റെ രാജ്യസ്നേഹത്തിന്റെ ആന്തോളനം സൃഷ്ടിച്ചു. അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിലേക്ക് എടുത്തു ചാടി. വക്കം അബ്ദുൽ ഖാദർ INA ഇലങ്ങമായി, ഇന്ത്യൻ നാഷണൽ ആർമി ഇലങ്ങമായി സുഭാഷ് ചന്ദ്രബോസിന്റെ. അങ്ങനെ അവിടെ നിന്നിട്ടും 5 അംഗങ്ങളോടൊപ്പം ഒരു അന്തർവാഹിനിയിൽ യാത്ര ചെയ്ത് ഇന്ത്യ രാജ്യത്തേക്ക് വന്നു. താനൂർ കടപ്പുറത്ത് കപ്പലിറങ്ങി 1942 സെപ്റ്റംബറിൽ പാതിരാവിന്റെ യാമത്ത്. പക്ഷേ ബ്രിട്ടീഷുകാരന്റെ ചോറ്റുപട്ടാളം അബ്ദുൽ ഖാദറിനെയും കൂട്ടാളികളെയും പിടികൂടി. അവസാനം തമിഴ്നാട്ടിൽ കൊണ്ടുപോയി മദ്രാസിലെ സെന്റ് ജോർജ് കോട്ടയിൽ വെച്ച് പീഡിപ്പിച്ചു. നിരവധി ജയിലുകളിൽ മാറ്റി മാറ്റി പാർപ്പിച്ചു. അവസാനം പട്ടാള കോടതിയിൽ നിന്നും ഒരു പ്രഹസനം എന്ന നിലയ്ക്ക് വിചാരണ നടത്തിയിട്ട് അബ്ദുൽ ഖാദറിനെ തൂക്കിക്കൊല്ലാനുള്ള വിധിയും സമ്പാദിച്ചു. 1943 സെപ്റ്റംബർ മാസം 10-ാം തീയതി അബ്ദുൽ ഖാദറിനെ തൂക്കിക്കൊല്ലുവാൻ പട്ടാള കോടതി, ബ്രിട്ടീഷുകാരന്റെ കോടതി ഉത്തരവിട്ടു. മരിക്കാൻ പോകുന്നു. മരിക്കുന്നതിന്റെ തലേ ദിവസം 1943 സെപ്റ്റംബർ മാസം മരിക്കുന്നതിന്റെ തലേ ദിവസം 1943 സെപ്റ്റംബർ മാസം 9-ാം തീയതി അബ്ദുൽ ഖാദർ ജയിലറയ്ക്കുള്ളിലിരുന്നുകൊണ്ട് സ്വന്തം പിതാവിനൊരു കത്തെഴുതി. ചരിത്രത്തിന്റെ താളുകളിൽ ഉജ്ജ്വലമായ രേഖയായി നിലനിൽക്കുകയാണ്, ജാത്യന്യമാനമായ അധ്യായമായി നിലനിൽക്കുകയാണ്. അബ്ദുൽ ഖാദർ തന്റെ മരണമണി ഉറങ്ങിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ, തന്റെ കൊലക്കയർ ഒരുങ്ങിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ, തന്റെ കൊലക്കയറിന് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ആരാച്ചാരുടെ നേതൃത്വത്തിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മനഃശാഞ്ചല്യം കൈവിടാതെ അബ്ദുൽ ഖാദർ ഒരു കഷ്ണം പേപ്പറിൽ സ്വന്തം പിതാവിന് ഒരു കത്തെഴുതി. പ്രിയപ്പെട്ട പിതാവേ, പ്രിയപ്പെട്ട പിതാവേ, സമാധാനപരവും അചഞ്ചലവുമായ ഒരു ഹൃദയം തന്ന് അല്ലാഹുവിനെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ അഭീഷ്ടനായി ആത്മത്യാഗത്തിനുള്ള സന്ദർഭം. എന്നെ ജീവഹാനി കൊണ്ടാണെങ്കിൽ നിങ്ങളുടെ സന്താന നഷ്ടം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുന്നു. എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത് കഴിവതും മനസ്സിനെ നിയന്ത്രിച്ച് സമാധാനപ്പെടാൻ മാത്രമാണ്.
വാത്സല്യനിധിയായ ഉമ്മ, പ്രിയപ്പെട്ട പിതാവേ, സ്നേഹനിധിയായ സഹോദരി സഹോദരന്മാരെ, എനിക്കൊരു ആശ്വാസവചനവും പറയാനില്ല. ഇതാ മണി 12 അടിക്കാൻ പോകുന്നു. എന്റെ മരണദിനത്തിന്റെ പ്രാരംഭം കുറിക്കുന്ന അടയാളമായ ശബ്ദം സൂചിപ്പിക്കാൻ പോകുന്നു. ഒരാശ്വാസവചനവും എനിക്ക് നിങ്ങളോട് പറയാനില്ല. നമുക്ക് മത്സരയിൽ വെച്ച് വീണ്ടും കാണാം. പക്ഷേ ഞാൻ എത്രത്തോളം സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയാണ് മരണത്തെ എതിരേറ്റത് എന്ന് നിങ്ങൾ ദൃക്സാക്ഷികളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പിതാവേ, വാത്സല്യനിധിയായ ഉമ്മ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ അഭിമാനിക്കുക തന്നെ ചെയ്യും. വാത്സല്യ മകൻ അബ്ദുൽ ഖാദർ, നിങ്ങൾ ശ്രമിച്ചു നോക്കുന്നു. മരണത്തെ മുഖാമുഖം കാണുന്ന സന്ദർഭത്തിലും യാതൊരു പതർച്ചയും ഇടർച്ചയും കൂടാതെ ആർജവത്തോടുകൂടി 27-കാരനായ അബ്ദുൽ ഖാദർ സ്വന്തം പിതാവിന് എഴുതിയ കത്താണ്, സ്വന്തം മാതാവിനും സഹോദരങ്ങൾക്കും എഴുതിയ കത്താണ്. എന്തുകൊണ്ട് അബ്ദുൽ ഖാദറിന് അത്രത്തോളം ഹൃദയദാർഢ്യമുണ്ടായി? അല്ലാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസം, പ്രവാചകൻ പഠിപ്പിച്ച ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ, രാജ്യസ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമെന്ന പ്രവാചകന്റെ പ്രഖ്യാപനം, അല്ലാഹുവിന്റെയും പ്രവാചകന്റെയും വാക്യങ്ങൾ ഉൾക്കൊണ്ട് ആവേശം കൊണ്ട് രാജ്യത്തിന് വേണ്ടി മരിച്ചു വീഴുന്നത് ഇബാദത്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അബ്ദുൽ ഖാദർ എഴുതിയ കത്ത് അവസാനം അബ്ദുൽ ഖാദറിനെ തൂക്കിലേറ്റുവാൻ കൊണ്ടുവന്നു. 1943 സെപ്റ്റംബർ മാസം 10 രാവിലെ 6 മണിക്ക്, റമളാൻ മാസം 7-ാം ദിവസം വെള്ളിയാഴ്ച രാവിലെ 6 മണിക്ക് അബ്ദുൽ ഖാദറിനെ ഒലമരത്തിന്റെ സമീപത്തേക്ക് കൊണ്ടുവന്നിട്ട് അബ്ദുൽ ഖാദറിനോട് ചോദിച്ചു, അബ്ദുൽ ഖാദർ, നിനക്കെന്തെങ്കിലും അഭിലാഷം അവശേഷിക്കുന്നു? അങ്ങനെ ഒരു സാഹചര്യമുണ്ട്, അങ്ങനെ ഒരു നടപടിക്രമമുണ്ട്. ഒരു മനുഷ്യനെ വധശിക്ഷ നടപ്പിലാക്കുവാൻ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും അന്ത്യാഭിലാഷമായുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു പതിവുണ്ട്. അബ്ദുൽ ഖാദറിനോട് ചോദിച്ചു. അബ്ദുൽ ഖാദർ പറഞ്ഞു, ഞാൻ എന്റെ രാജ്യത്തിന് വേണ്ടി മരിക്കുന്നു സന്തോഷത്തോടുകൂടി, ഞാൻ അഭിമാനത്തോടുകൂടി മരണത്തെ വരവേൽക്കുന്നു. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, യാതൊരു വൈഷമ്യവുമില്ല, സന്തോഷത്തോടെയാണ് ഞാൻ മരിച്ചു വീഴുന്നത്. അദ്ദേഹം വളരെ ആർജവത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലനിന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു വാഗ്ദാനം നൽകിയല്ലോ, എന്റെ അഗ്നിയാഭിലാഷം നിറവേറ്റാമെന്ന്. എന്നാൽ എനിക്കൊരാഗ്രഹമുണ്ട്, നിങ്ങൾ എന്നോടൊപ്പം തൂക്കിക്കൊല്ലുവാൻ അനന്തൻ നായർ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരനെയും നിങ്ങൾ വിധിപുറപ്പെടുവിച്ചിട്ടുണ്ടല്ലോ. ആ അനന്തൻ നായർ എന്ന ഹൈന്ദവനായ അനന്തൻ നായരെയും ഈ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന 22 കാരറ്റ് മുസൽമാനെയും ഒന്നിച്ച് തൂക്കിലേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഈ രാജ്യത്തെ ഹൈന്ദവന്റെയും ഈ രാജ്യത്തെ മുസൽമാന്റെയും സാഹോദര്യം ലോകം ദർശിക്കട്ടെ. അബ്ദുൽ ഖാദറിന്റെ സാഹോദര്യ ബോധം മുസൽമാൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകുവാൻ പാടില്ല, നമുക്ക് നഷ്ടപ്പെട്ടു പോകുവാൻ പാടില്ല. ആ അബ്ദുൽ ഖാദറിന്റെ പൈതൃകമാണ് മുസൽമാനുള്ളത്. മുസൽമാൻ ഒരിക്കലും രാജ്യത്ത് വെച്ചുകൊടുക്കുവാൻ സാധ്യമല്ല. പ്രവാചകന്റെ പ്രഖ്യാപനം. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു വിശ്വാസി, നമുക്കറിയാം, ലോകത്ത് ഇസ്ലാം പ്രചരിച്ചത് ആയുധങ്ങളിലൂടെയോ യുദ്ധങ്ങളിലൂടെയോ അല്ല. പിന്നെയോ ഇസ്ലാം മതവിശ്വാസികളായ മഹാരഥന്മാർ അവരുടെ ജീവിതത്തിലൂടെ കാട്ടിക്കൊടുത്ത പ്രായോഗികവൽക്കരിച്ച ആശയങ്ങളിലും ആദർശങ്ങളിലും ആകൃഷ്ടരായാണ് ലോകജന ഇസ്ലാമിലേക്ക് നടന്നെടുത്തത്. ലോകത്ത് ഇസ്ലാം വ്യാപിച്ചത് ഇന്ത്യ രാജ്യത്ത് അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, ഇസ്ലാമിന്റെ സാമൂഹിക ദർശനം എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുന്ന, വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ആരെയും മാറ്റി നിർത്താൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. എല്ലാവരും തുല്യരാണ്. അതല്ലേ പ്രവാചകൻ പ്രാവർത്തികമാക്കുകയും ചെയ്തത്. പ്രവാചകൻ പറഞ്ഞല്ലോ, കുല്ലുക്കും മിൻ ആദം വആദം മിൻ തുറാബ്, എല്ലാം ആദമിൽ നിന്ന്, ആദമോ മണ്ണിൽ നിന്ന്. ഏതെങ്കിലും പ്രത്യേക ശാസ്ത്രത്തെ ഇങ്ങനെ പറയുവാൻ സാധിച്ചിട്ടുണ്ടോ? മനുഷ്യ സമത്വത്തിന്റെ സാർവലൗകിക സാഹോദര്യത്തിന്റെ ഉദാത്തമായ സിദ്ധാന്തം പ്രവാചകൻ സാധിതമാക്കിയില്ലേ? വെൽഫെയർ സ്റ്റേറ്റ്. പലരും ധരിക്കാറുണ്ട് 20-ാം നൂറ്റാണ്ടിന്റെ കിട്ടിയാണ് ക്ഷേമരാഷ്ട്രം എന്നത്. ഒരിക്കലുമല്ല, 14 നൂറ്റാണ്ട് മുമ്പ് പ്രവാചകൻ സാധിതമാക്കി. കറുത്തുകർ കരിങ്കല്ല് പോലെ കറുത്ത ബിലാലിനെയും വെളുത്തു വെള്ളാരങ്കല്ല് പോലെ വെളുത്ത സൽമാൻ ഫാരിസിയെയും അതുപോലെ തന്നെ മക്കക്കാരനായ അബൂബക്കറിനെയും മദീനക്കാരനായ സഅദിനെയും പേർഷ്യക്കാരനായ ശുഐബിനെയും ഒരേ ചരടിൽ കോട്ട പവിഴങ്ങളെ പോലെ തിളങ്ങുന്ന കണ്ണുകളാക്കി മാറ്റാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സാധിച്ചില്ലേ? പ്രവാചകൻ പറഞ്ഞില്ലേ, വെളുത്തവന് കറുത്തവനെക്കാളോ മുതലാളിക്ക് തൊഴിലാളിയെക്കാളോ രാജാവിന് പ്രജയെക്കാളോ ഒരു സ്ഥാനവുമില്ല. പ്രവാചകൻ എത്ര ഉജ്ജ്വലമായ ഒരു പ്രഖ്യാപനമാണ് സാക്ഷാത്കരിച്ച് ലോകത്തിന് കാട്ടിക്കൊടുത്തത്. ഇസ്ലാമിന്റെ സാമൂഹിക ദർശനത്തിന് ആകൃഷ്ടരായി പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, പോപ്പ് ഗായകൻ അദ്ദേഹം യൂസുഫുൽ ഇസ്ലാമായി മാറിയില്ലേ? നമുക്കൊക്കെ അറിയുന്നത് പോലെ AR റഹ്മാൻ, ഇന്നത്തെ യുവാക്കളുടെ ഹരം. AR റഹ്മാൻ പൊതുവിശ്വാസിയല്ലേ? ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിത്വമല്ലേ? ബോക്സിംഗ് ചാമ്പ്യനായിരുന്ന മുഹമ്മദ് അലിയായി മാറിയില്ലേ? തമിഴ്നാട്ടിലെ സാഹിത്യകാരനായിരുന്ന അടിയാർ നമുക്കറിയാമല്ലോ, അബ്ദുള്ള അടിയാറായി മാറിയില്ലേ? അതുപോലെ എത്രയെത്ര ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പ്രിയമുള്ളവരെ,
ഞാൻ പറഞ്ഞത് ഇസ്ലാമിന്റെ തനതായ ആ പ്രത്യേകതകൾ ലോകത്ത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വാതന്ത്ര്യവും സന്തോഷവും ആഹ്ലാദവും പകരുന്ന ഒരു ദർശനമാണ്, ദൈവികമായ ഒരു ദർശനമാണത്. വിശ്വ സാഹോദര്യത്തിന്റെ ഉദാത്തമായ സങ്കല്പമാണ് അതിൽ കുടികൊള്ളുന്നത്. അതുപോലെ തന്നെ വിമോചനത്തിന്റെ പ്രത്യയശാസ്ത്രമാണ്. ചൂഷണത്തെ ശക്തമായി എതിർക്കുന്നു, ചൂഷണത്തെ താഴെ നിരാകരിക്കുന്നു. കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ ഉറവിടമാണ് ഇസ്ലാം, യാതൊരു സംശയവുമില്ല. അതേ സന്ദർഭത്തിൽ തന്നെ നമുക്കറിയാമല്ലോ, ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അക്രമകാരിയായ ഭരണാധികാരിയുടെ മുന്നിൽ സത്യം തുറന്നു പറയാനാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പഠിപ്പിച്ച വിശുദ്ധ ഇസ്ലാം. ചൂഷണത്തെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഇസ്ലാം അനുവാദം കൊടുക്കുന്നില്ല. പീഡിപ്പിക്കപ്പെടുന്ന സമൂഹത്തിന് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ നിങ്ങൾ ഏർപ്പെടണം എന്ന് പഠിപ്പിച്ചത് ഇസ്ലാം തന്നെയാണ്, പ്രവാചകൻ തന്നെയാണ്. അതുകൊണ്ട് സാമ്രാജ്യത്വ ശക്തികൾ, അമേരിക്കയും ഇസ്രായേലും അടങ്ങുന്ന സഖ്യകക്ഷികൾ ചൂഷണം മുഖമുദ്രയാക്കിയ ലോക ജനതയുടെ സ്വാതന്ത്ര്യവും അവരുടെ സമ്പത്തും കവർന്നെടുക്കുന്ന, ലോകത്തെ ചൂഷണം ചെയ്യുന്ന ചൂഷകവർഗം ഈ പ്രത്യയശാസ്ത്രത്തെയും ഈ പ്രവാചകനെയും അങ്ങേയറ്റം ഭയപ്പെടുന്നുണ്ട്. ലോകത്തിന്റെ ശ്രദ്ധ ഇസ്ലാമിലേക്ക് തിരിയരുത്, ലോകത്തിന്റെ ശ്രദ്ധ പ്രവാചകനിലേക്ക് തിരിയരുത് എന്നവർക്ക് കണിഷ്ഠമായ നിശ്ചയമുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാമിനെ അന്യവൽക്കരിക്കാൻ, അതുകൊണ്ടാണ് പ്രവാചകനെ അന്യവൽക്കരിക്കാൻ, ലോകത്തെ അപഹസിക്കുകയും നികഴ്ത്തുകയും ചെയ്തിട്ട് അന്യവൽക്കരിക്കുകയും അന്യവൽക്കരിച്ചതിലൂടെ അതിലൂടെ ആ പ്രവാചകനെയും ഇസ്ലാമിനെയും അതിനെ അനുധാവനം ചെയ്യുന്ന വിശ്വാസ സമൂഹത്തെയും ഉന്മൂലനം ചെയ്യുക എന്നുള്ള ആത്യന്തികമായ ലക്ഷ്യമാണ് ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിയാൻ ലോകത്തെല്ലാ വിഭാഗം ജനങ്ങൾക്കും കഴിയണമെന്നാണ് KM മജീദിനെ അഭ്യർത്ഥിക്കുവാനുള്ളത്. KM മജീദിനെ സംബന്ധിച്ചിടത്തോളം സ്വാഗതം പറഞ്ഞു. പ്രിയമുള്ളവരെ, മഹിതമായ ഒരു പാരമ്പര്യം ഈ പ്രസ്ഥാനത്തിനുണ്ട്. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത പ്രസ്ഥാനം 6 പതിറ്റാണ്ട് പിന്നിടുന്ന മഹിതമായ പാരമ്പര്യമുള്ള, കേരളത്തിൽ സാഹോദര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന, അങ്ങേയറ്റം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി നിലകൊള്ളുന്ന എല്ലാ വിഭാഗം ജനങ്ങളുടെയും സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, സാംസ്കാരികമായ പരിവർത്തനത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജമിയത്തുലമായ യുവജന സംഘടന KM കർമ്മവീഥിയിൽ 3 പതിറ്റാണ്ട് പിന്നിടുന്നു. ഈ രാജ്യത്തിന്റെ ഭരണഘടന മാനിച്ചുകൊണ്ട്, ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സങ്കല്പങ്ങളെ മാനിച്ചുകൊണ്ട്, സൗഹാർദ്ദത്തിന് അധിഷ്ഠിതമായി ജനങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾക്ക് ആശ്വാസമായി, ആപൽഘട്ടത്തിൽ ഒരു കൈത്താങ്ങായി, അവർക്കൊരു സഹായമായി ഈ യൂണിറ്റിൽ നിന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഈ പ്രദേശത്തെ നിരവധി രോഗികൾക്ക് ആശ്വാസത്തിന്റെ കൈത്താങ്ങായി മാറുവാൻ ഈ യൂണിറ്റിന് സാധിച്ചിട്ടുണ്ട്. പാവപ്പെട്ട എത്രയോ സഹോദരങ്ങൾക്ക് അവർക്ക് രോഗം വന്ന സന്ദർഭത്തിൽ, അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായമെന്ന നിലയ്ക്കുള്ള കൊച്ചുകുട്ടി പരിശ്രമങ്ങളെങ്കിലും ഈ യൂണിറ്റിന്റെ ഈ ഭാഗത്തിൽ നിന്നുണ്ടായിട്ടുണ്ടല്ലോ. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും സാധുക്കളായ നിരവധി യുവതികൾക്ക് അവരുടെ മംഗല്യം ഒരു സ്വപ്നം മാത്രമായി അവശേഷിച്ചപ്പോ അത് സാക്ഷാത്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയപ്പോ ജനങ്ങളുടെ അകൈതവമായ സഹായത്തോടുകൂടി അതിനെ സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ എണ്ണമറ്റ പ്രവർത്തനങ്ങൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും നല്ല ഒരുപറ്റം ചെറുപ്പക്കാർ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, ഇന്ന് സ്വാർത്ഥതയാണ് ഓരോരുത്തരെയും നയിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ സകലമായ പ്രശ്നങ്ങളുടെയും അടിത്തറയിൽ തന്നെയാണ് സ്വാർത്ഥത. ഭരണാധികാരികൾക്ക് സ്വാർത്ഥത, ഓരോ നേതാക്കൾക്കും സ്വാർത്ഥത, സാംസ്കാരിക നായകന്മാർക്ക് സ്വാർത്ഥത, സകലമായ രംഗത്തിൽ സ്വാർത്ഥത. അങ്ങനെ സ്വാർത്ഥത വരുമ്പോൾ സമൂഹത്തെ മറന്നു പോകുന്നു. പക്ഷേ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് സമൂഹത്തെ ശ്രദ്ധിക്കാനാണ്. അതല്ലേ പ്രവാചകൻ പറഞ്ഞ് നമുക്കറിയാം, സാമൂഹിക പ്രവർത്തനത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുത്ത ഒരു പ്രത്യേക ശാസ്ത്രമാണ് ഇസ്ലാം എന്ന് നാം തിരിച്ചറിയണം. നിന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോ നീ നിഷ്ഠാന ഭോജനം നടത്തരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്യന് ആപത്ത് വരുമ്പോ ആ ആപൽഘട്ടത്തിൽ നീ സഹായിക്കാനുണ്ടാകണം, അന്യന്റെ കണ്ണീരൊപ്പാൻ തീർച്ചയായിട്ടും നിനക്ക് ബാധ്യതയുണ്ട് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ കറിയിൽ അല്പം വെള്ളം ചേർത്തിട്ടെങ്കിലും വേണ്ടില്ല, നിന്റെ അയൽക്കാരന് കൂടി നീ അതെത്തിക്കണം എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അടക്കം എല്ലാ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തകന്മാർ, വിശ്വാസ സമൂഹം സദാ ജാഗരൂകരായിരിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.